ഞങ്ങൾക്ക് പരിപാടി എന്നാ വെള്ളം മേലെ നനയ്ക്കാണ്ട് മീൻ പിടിക്കുക എന്നാണ്. റച്ചു ആണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ലീഡർ. അപ്പോൾ റച്ചുവിനെ നമുക്ക് മുൻതൂക്കം നടത്തി മുമ്പിൽ നടത്താം. നമ്മുടെ ഒരു പ്ലാൻ എന്നാന്ന് വെച്ചാൽ മീൻ പിടിച്ചിട്ട് ഒരു അക്വേറിയം സെറ്റാക്കലാണ് നമ്മുടെ പ്ലാൻ. വെള്ളം ഉണ്ടോയെന്നൊന്നും നോക്കിയിട്ടില്ല. അക്വേറിയം സെറ്റാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡ് അക്വേറിയമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയുള്ള നീയല്ലേ ഇപ്പോൾ മെയിൻ ക്യാപ്റ്റൻ. തലയെക്കെട്ടൊക്കെ ഉള്ള ക്യാപ്റ്റന്മാരുണ്ട്, ഉമ്മായും ഉണ്ട്. പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. തോട്ടിൽ വെള്ളമില്ല. വെള്ളത്തിൽ ഇറങ്ങാതെ മീൻ പിടിക്കാനാണ് നിങ്ങൾ വന്നത്. അപ്പോൾ വെള്ളമില്ലാത്തതിനാൽ പേടിക്കാവുന്നില്ല. കരയിൽ നിന്ന് മീൻ പിടിച്ചാൽ മതി. ബുദ്ധിപരമായ നീക്കമാണ് നടത്തുന്നത്. പോണ വഴിക്ക് മൊത്തം 8 കാലി വലയാണ്. നമ്മൾ സജലിനെയാണ് 8 കാലി വല ചുറ്റൽ. നടക്കണം എൻ്റെ ഒപ്പം. ഇങ്ങനെ ചുറ്റി നടക്കണം. ഇവിടെ ഉറവ വെള്ളമുണ്ട്, അല്ലാതെ തോട്ടിലൊന്നും വേറെ വെള്ളമേ ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ കൃഷി, നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സജലേ, വലയില്ലാണ്ട് പോയോ നീ? അതെ, ഞങ്ങൾക്ക് കിട്ടിയ മീനെ ഇറച്ചു നീക്കി വെക്കാം. അങ്ങോട്ട് ചാടി വരാം. കുഞ്ഞാപ്പിനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എറിഞ്ഞ് അവിടെ കയറ്റിയിട്ടുണ്ട്. ഇനി തിരിച്ചിറക്കാൻ വേറെ ആളുണ്ട്. 2 കിലോ മീനുണ്ട്. ഞങ്ങൾ ഹോം മെയ്ഡ് അക്വേറിയത്തിൽ ഇടാൻ കുറച്ച് മീനുകൾ റെഡിയാണ്. ചാടിക്കോ എടി, ഇവിടെ ചാടണം. ചാടിക്കോ, കയറിക്കോ. എടാ പിടിക്കടാ റച്ചു. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. നമുക്ക് കിട്ടിയ ഹോം മെയ്ഡ് അക്വേറിയത്തിനുള്ള മീനുകളാണിത്. വീട് വരെ മീൻ പോകാനുള്ള ഞാൻ പിടിച്ചു. ഞങ്ങൾ ആരംഭിച്ചു. ഇതാണ് ഷെല്ല്. ഇവിടെ ബാക്കി കിടക്കുന്ന വാച്ചുപിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന ഷെല്ലാണ്. ഞാൻ പറക്കിയതൊക്കെ ഇങ്ങോട്ട് ഇട്ടോ. നല്ല നല്ല ഷെല്ലുകളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ആണല്ലോ, മീനായിട്ടുണ്ട്. ബാക്കി മീൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷോർട്സ് ആയതിന് അധികം സമയം പറ്റാത്തതിനാൽ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു. അപ്പോൾ ശരി, ഒരു ലൈക്ക് അടിച്ചേരേ.